ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. ഇന്നും നമ്മൾ വന്നിരിക്കുന്ന എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് തന്നെയാണ്. അതിന് 2 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എളുപ്പമാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പെൻ സ്റ്റാൻഡൊക്കെ ചെയ്തെങ്കിൽ ഇന്ന് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി തന്നെ. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. നീളത്തിലുള്ള പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല നീളത്തിൽ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് അളവൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ. കുറച്ച് നീളം കുറയ്ക്കണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു നീളത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഞാൻ അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന പീസ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒന്നുകിൽ ഫോം ഷീറ്റ്, അല്ലെങ്കിൽ തുണി, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ, അല്ലെങ്കിൽ കളർ പേപ്പർ, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ അത് യൂസ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പർ യൂസ് ചെയ്യണമെങ്കിൽ വൈറ്റ് പേപ്പറും യൂസ് ചെയ്യുക. അതിൽ ഡിസൈൻസ് ഒക്കെ ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ഒരു ഫോം ഷീറ്റ്, ഗ്ലിറ്റർ ടൈപ്പ് ഫോം ഷീറ്റ് അല്ല, ഇത് സാധാരണ ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് 2 പീസ് വേണ്ട വന്നു, കാരണം നീളം അത്രത്തോളം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഫോം ഷീറ്റ് നല്ലതാണ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി, പെട്ടെന്ന് ഒട്ടിക്കോളും. പിന്നെ ഇതുപോലെ ഗ്ലൂഗൺ വെച്ചിട്ട് ഇതുപോലത്തെ ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു ഗ്ലൂഗൺ കയ്യിലുണ്ടാവണം. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കും. ഫെവിക്കോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഗ്ലൂഗണിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നമ്മളത് ഫോം ഷീറ്റ് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഡിസൈൻ കിട്ടുന്നത് നമ്മൾ അതിൻ്റെ ആ മുകളിലത്തെ പേപ്പർ ഒന്ന് വലിച്ചു കയറി കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഞാനൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ താഴത്തൊന്ന് അതിനെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി ഞാനൊരു പീസ് വേറൊരു കാർഡ്ബോർഡ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതേ പീസ് തന്നെ കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ഹാഫ് സർക്കിൾ എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ എടുക്കുന്ന പീസിൻ്റെ ആ ഒരു വലിപ്പത്തിൽ നോക്കി വേണം ചെയ്യാൻ. കുറച്ച് നമ്മളെടുത്ത ആദ്യത്തെ പീസ് കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം. കണ്ടോ, പുറത്തേക്ക് നിൽക്കണം, ഇതുപോലെ പുറത്തോട്ട് നിൽക്കണം. ആ ഒരു ഹാഫ് സർക്കിളിൻ്റെ പുറത്തോട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, കുറച്ച് അധികമായിട്ട് ഇട്ടേക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതിന് വേണ്ടിയാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ മുകളിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ കിട്ടും. കണ്ടോ, അധികമായിട്ട് നിൽക്കുന്ന സ്ഥലമാണത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ വേണം ഒട്ടിക്കാൻ. ഞാൻ അതാണ് പറഞ്ഞത്, അധികമായിട്ട് നിർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കളർ പേപ്പർ എടുക്കാം. ഞാനിവിടെ കളർ പേപ്പറാണ്, എളുപ്പം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കളർ പേപ്പറൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം, ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, വെറുതെ ടിഷ്യൂ പേപ്പർ മാത്രം ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കളർ പേപ്പർ, തുണി, അതുപോലെ ഫോം ഷീറ്റ്, അതുപോലെ ന്യൂസ് പേപ്പർ ഒട്ടിക്കണം, അങ്ങനെ ചെയ്യാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ, എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഡിസൈനിലോട്ട് ഒട്ടിക്കുമ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് ആ പേപ്പറിൻ്റെ മുകളിലായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട് ഹായ് പറയാനായിട്ട്. ലബിത, സുധീർ, എവി, ജൂലിയ, അൻസിയ, അരുൺ, നിത, ലിൻസി, നമിത, നിഖിൽ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ്, ഐ ലവ് യു ഓൾ. നമ്മൾ കളർ പേപ്പർ നന്നായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. ഉള്ളിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ അകത്തോട്ട് ബാക്കി വരുന്ന കളർ പേപ്പർ എല്ലാം അകത്തേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ മനസ്സിലാവും അതെങ്ങനെ വേണം വളച്ചെടുക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും അത് ഒട്ടിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഗ്ലൂഗൺ വെച്ചിട്ട് ഞാനൊന്ന് ആ ഒരു വലിയ കാർഡ്ബോർഡ് പീസിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതാണ് ഞാൻ ഗ്ലൂഗൺ എടുക്കാൻ പറഞ്ഞത്. ഗ്ലൂഗൺ എടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഒട്ടി നിൽക്കും, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിക്കുമ്പോൾ ആ അധികം നിൽക്കുന്ന ഭാഗം ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ താഴെ മുകളിലും സൈഡിലും എല്ലാം ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കണേ. ഫെവിബോണ്ടും ഫെവിക്കോളും ഒക്കെ കുറേ സമയം എടുക്കും, അതാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ കാർഡ്ബോർഡ് പീസൊക്കെ ഇതുപോലെ ചെയ്യണമെങ്കിൽ എന്തായാലും ഗ്ലൂഗൺ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് റിബൺ എടുക്കാം, 1 സൈഡ് സ്റ്റിക്കി സ്റ്റോൺസ് എടുക്കാം, അതുപോലെ തന്നെ വൂളൻ ത്രെഡ് ഒട്ടിക്കണം, അങ്ങനെ ഒട്ടിക്കാം. ഇഷ്ടമുള്ളതുപോലെ എല്ലാം ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. കയ്യിൽ എന്തൊക്കെയാണോ അതൊക്കെ വെച്ചിട്ട് അലങ്കരിക്കാം.
അപ്പോൾ ഇപ്പം ഞാൻ വൺ സൈഡ് സ്റ്റിക്കിങ് സ്റ്റോൺസ് വെച്ചിട്ട് അലങ്കരിക്കുകയാണ്. അപ്പോൾ താഴെ മുകളിലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കൂടുതൽ നല്ല ഭംഗി വരും. അപ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കിങ് സ്റ്റോൺസിനെ കുറിച്ചും അതുപോലെ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ച വീഡിയോ, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കുക. അപ്പോൾ ഇതേ നമ്മൾ ഇനി രണ്ട് ഭാഗത്തും നമ്മൾ ഈ ഒരു സ്റ്റിക്കിങ് സ്റ്റോൺസ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ റിബൺ ഒട്ടിച്ചു കൊടുക്കുക. റിബൺ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു റിബൺ എടുക്കുക. എന്നിട്ട് ഈ ഒരു ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കൂടുതൽ ഭംഗിയായില്ലേ. ഇപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയൊരു ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമെന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. കമൻറ്റാണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ അഭിപ്രായം എന്തായാലും അറിയിക്കണം കേട്ടോ. പിന്നെ ട്രൈഡ് പിക്സ് അയച്ചു തരിക കേട്ടോ. അത് ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ അയച്ചു തരിക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്ക് സൈഡിൽ നമുക്കൊന്ന് ഒരു ചരട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി 2 ഫോം ഷീറ്റും കൂടെ ഒട്ടിച്ചു കൊടുത്തു ഞാനവിടെ. അപ്പോൾ കണ്ടോ, ഇതുപോലെ കിട്ടും. കാണാൻ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കാം, എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കളയുന്ന കാർഡ്ബോർഡ് പീസ് മതി ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ചെറുത് വലുതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അളവിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായം എന്തായാലും അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.